വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വരുത്തിയ അലംഭാവത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കണക്ക് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരുന്നു. 93 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഈ രാജ്യത്ത് 2015 ശേഷം പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൃത്യതയുടെ വിവരങ്ങൾ ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഈ രാജ്യത്തുള്ള സാധാരണക്കാർ കടമെടുത്തും അവരുടെ മക്കൾക്കൊരു നല്ല വിദ്യാഭ്യാസം കിട്ടാനും അവർക്ക് ജീവിതത്തിൽ മികച്ചൊരു സ്ഥാനം നേടിയെടുക്കാനും വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഫലം വ്യർത്ഥമായി പോകുന്നുവെന്ന് മനസ്സിലാക്കി കണ്ണീർ തോരാതെ ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട്. 12 കുട്ടികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാവി തുലാസിലായി എന്ന് കരുതി ജീവിതം ഹോമിച്ചത്. അതായത് ജീവിതത്തിൽ ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വേദന എന്താണെന്ന് ധർമ്മേന്ദ്ര പ്രധാനും അറിയില്ല. എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് വേണ്ടിയാണ് സോനം വാങ്ചുക് കഴിഞ്ഞ 20 ദിവസമായി സത്യാഗ്രഹമിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണാൻ മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാൾ, അതുപോലെ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കൾ എന്നിവരെല്ലാം എത്തിയിരുന്നു. അവരോടെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ 10 കിലോയോളം കഴിഞ്ഞ 20 ദിവസം കൊണ്ട് കുറഞ്ഞ് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നമോ അദ്ദേഹത്തിൻ്റെ ജീവിതമോ അല്ല. സാധാരണക്കാർ സുഖമായി ഉണ്ടുറങ്ങി നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അതിൻ്റെ എൻഡ് റിസൾട്ട് കാണാതെ പോകില്ല എന്ന് കരുതി ലഡാക്കിൽ നിന്നുള്ള നേതാവ് പൊരുതുകയാണ്. മാർക്സസെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോനം വാങ്ചുക്. അദ്ദേഹം പറയുന്നത് താൻ ഇടയ്ക്കെങ്ങാനും വെച്ച് സത്യാഗ്രഹ സമരം നിർത്തിയാൽ അത് രാജ്യത്ത് കൊടുക്കുന്നത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല, BJPയിലെ പല മന്ത്രിമാരും രാജിവെച്ച് ഈ സർക്കാർ വീഴാൻ പോവുകയാണ്. ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുത്ത് രാജ്യസഭയിലെ MPമാരുടെ എണ്ണം കൂട്ടിക്കളയാമെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം കൂടെ തകർത്തടിയാനുള്ള എല്ലാ സാധ്യതകളും അണിയറയിൽ കാണുന്നുണ്ട്. അതുമാത്രം ഓർമ്മിച്ചാൽ മതി. CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത് 20-ാം തീയതി നടത്തുന്ന നിങ്ങളുടെ സമരത്തിൽ ഞങ്ങളുടെ വോളണ്ടിയർമാർ കൂടി പങ്കെടുക്കും. പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ടും സോനം വാങ്ചുക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്.